ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്ലോത്ത് എക്സ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറീസ് ആണ് എങ്ങനെ ക്ലോത്ത് നമുക്ക് കേരളത്തിൽ നിന്ന് എബ്രോഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത്. കാരണം ഇതിനു മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലോത്ത് അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആളുകൾ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ബിസിനസ് ഞങ്ങൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് ക്ലോത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഓർഡർ കണക്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. പക്ഷേ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ക്ലോത്ത് ബിസിനസിനെ കുറിച്ച് ശരിക്കും ഒന്ന് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനുവേണ്ടി നമ്മൾ തിരുപ്പൂരൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ റീൽസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഇതിൻ്റെ എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ ക്ലോത്ത് ബിസിനസ്സിൽ സെഞ്ചുറീസ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ തുടങ്ങിയ ബിസിനസ്സാണ് ക്ലോത്ത് ബിസിനസ്. ഇന്ത്യയുടെ ക്ലോത്ത് അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ വളരെ വാല്യുബിൾ ആണ്. അതായത് ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ അകത്ത് പണ്ട് തൊട്ടേ ഫേമസ് ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? വേൾഡ് മാർക്കറ്റിൽ ഡേ ടു ഡേ ഇന്ത്യൻ പ്രൊഡക്റ്റിൻ്റെ വാല്യൂസ് കൂടിക്കൂടി വരുവാണ്. നമുക്ക് മാർക്കറ്റിൽ വളരെ നല്ലൊരു സ്പേസ് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഇന്ത്യ എന്ന് വെച്ചാൽ ലാൻഡ് ഓഫ് കളർ, ഫാബ്രിക്, എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റുകളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യ എന്ന് വെച്ചാൽ വേൾഡിലെ ലാർജസ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇപ്പോൾ തന്നെ ബനിയൻ പ്രൊഡക്റ്റ് നമ്മൾ തിരുപ്പൂർ പോയപ്പോൾ കണ്ടാണ് ലോകത്തിലെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിലൊക്കെ ബനിയൻസാണ് അവരവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? മാനുഫാക്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ തിരുപ്പൂർ പോകുന്നു, അവിടുന്ന് കുറേ ടീഷർട്ടുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെയല്ല എക്സ്പോർട്ട് ബിസിനസ് വരുന്നത്. എക്സ്പോർട്ട് ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബ്രാൻഡുകളുമായിട്ടാണ് ടൈപ്പ് ആവുന്നത്. അപ്പോൾ ആ ബ്രാൻഡുകൾ അവരുടെ പ്രൊഡക്റ്റിന് ഒരു ക്വാളിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ പ്രൊഡക്റ്റ് അവർ നമുക്ക് അയച്ചു തരും. ഇപ്പോൾ നമുക്കൊരു റീസെൻ്റ്ലി ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി അവരുടെ യൂണിഫോംസ് അയക്കുന്നതിന് വേണ്ടി നമുക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട്. അവർ ആദ്യമേ തരുന്നത് എന്താണ്? അവരുടെ യൂണിഫോമിൻ്റെ സാമ്പിൾ നമുക്ക് അയച്ചു തരും. എക്സാക്ട്ലി സെയിം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ചു നോക്കണം. അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർ, ടെക്സ്റ്റൈൽസ് എഞ്ചിനീയേഴ്സ്, ഇവർ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എക്സാക്ട്ലി സെയിം പ്രൊഡക്റ്റ് ആണെങ്കിലാണ് നമുക്കിതിൻ്റെ ഓർഡർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. ഇതിനുവേണ്ടി തന്നെ നമുക്ക് ഈസി ലിങ്ക് 10x എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈ ചാനലിൻ്റെ അകത്ത് നമ്മൾ ഈ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചൈനയിൽ പോകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ ലൈവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ക്ലോത്ത് മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന പഞ്ഞി ഉണ്ടല്ലോ, അവിടെ തൊട്ടേ ക്വാളിറ്റി ചെക്കിങ് നമ്മൾ തുടങ്ങണം. ഏറ്റവും ക്വാളിറ്റി ഉള്ള, അതായത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അതിന് മാച്ച് ചെയ്യുന്ന പഞ്ഞി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ പഞ്ഞി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നൂലുണ്ടാക്കുന്നത്. ഈ നൂലിൽ തന്നെ ഡൈയുടെ സൈസ്, അതായത് നൂലിൻ്റെ വണ്ണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മാനദണ്ഡങ്ങളുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷമാണ് അതിൻ്റെ ബനിയൻ മെറ്റീരിയൽ ആക്കുന്നത്. ഈ മെറ്റീരിയൽ ആക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ സ്റ്റഡി നടത്തേണ്ടത്. അതെങ്ങനെയാണ് ഇതിൻ്റെ നൂല് കോർക്കുന്നത്, അതിൻ്റെ ഇഴയുടെയൊക്കെ സൈസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണത് സെറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഓരോ സ്പെക്ക് നമുക്ക് നമ്മുടെ ക്ലയൻറ്റ് തന്നിട്ടുണ്ടാവും. ഈ സ്പെക്കിൽ വേണം നമ്മൾ ഈ ബനിയൻ മെറ്റീരിയൽ ഉണ്ടാകും. അതിനുശേഷം അതിന് അവരൊരു പാറ്റേൺ തന്നിട്ടുണ്ടാവും. ഈ പാറ്റേണിലായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ തുണിക്ക് ഓൾറെഡി കളർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ കളർ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് കഴിഞ്ഞിട്ടാണ് ഒരു ടീഷർട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനുശേഷം ഈ പ്രൊഡക്റ്റ് നമുക്ക് നേരെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേറെ പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി എന്നൊക്കെ പറയുന്ന പോലെ ഈ ഏജൻസിനെ നമുക്ക് ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മളൊരു 1000 പീസ് അല്ല 5000 പീസ് അവിടെ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്ത് കുറേ മാനദണ്ഡങ്ങളുണ്ട്. ആദ്യം 5000 പീസ്, ഒരു ബോക്സിൽ 50 പീസ് വെച്ചാണ്. അപ്പോൾ അങ്ങനെ എത്ര ബോക്സ് ഉണ്ട്? ഇപ്പോൾ ഒരു 100 ബോക്സ് ഉണ്ട്. അപ്പോൾ അവർ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഒരു ബോക്സ് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് 50 പീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. ഇനി ഇതുപോലത്തെ 100 ബോക്സ് കൊണ്ടുവന്നുണ്ടോ? അത് കറക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രൈസ് ടാഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോരോ ക്രൈറ്റീരിയാസ് അവർ നോക്കി അതിനുശേഷം അതിൻ്റെ അകത്ത് ഒരു പ്രൊഡക്റ്റ് എടുത്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് എല്ലാ QA QC കാര്യങ്ങളും കഴിഞ്ഞ് അതിൽ നിന്ന് റിജക്റ്റ് ആവാത്ത പ്രൊഡക്റ്റാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിസിനസ് ആണ്. ഒരിക്കലും അല്ല. ഞങ്ങൾക്ക് തന്നെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഞങ്ങളുടെ സപ്ലയർ ഉണ്ട്. അവരുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നമുക്കിനി യൂട്യൂബ് ചാനലുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എക്സ്പോർട്ട് ചെയ്യാൻ, ചെറിയ മുതൽ മുടക്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു.
അപ്പോൾ എനിക്ക് അവർ തന്നേക്കുന്ന 2 ഓഫർ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് നാട്ടിലൊരു 1 ഡേ വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ അവർ നേരിട്ട് വന്ന് ക്ലാസ് എടുക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡെപ്ത്, ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലും ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഞങ്ങളുടെ സൈഡിൽ നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങളുടെ ബ്രാൻഡിൽ, അതിപ്പോൾ ഒരു 10 പീസ് ആയിക്കോട്ടെ, 20 പീസ് ആയിക്കോട്ടെ, 50 പീസ് ആയിക്കോട്ടെ, നോട്ട് എ പ്രോബ്ലം. നിങ്ങളുടെ ഓൺ ബ്രാൻഡിൽ ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും, എല്ലാ ക്രൈറ്റീരിയാസും പാലിച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റ്. ഇപ്പം നിങ്ങൾക്കൊരു ബയ്യർ ഒരു സ്പെസിഫിക്കേഷൻ തന്നിട്ട് ഇതേ സ്പെക്കിലുള്ള ടീഷർട്ട് ഞങ്ങളുടെ ബ്രാൻഡിൽ ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാമെന്ന് പറയണം. അപ്പോൾ അവർക്കൊരു 10 പീസ് മതിയെങ്കിൽ ആ 10 പീസ് അതേ ബ്രാൻഡിൽ നമുക്ക് ചെയ്തു തരുന്ന മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ എക്സ്പോർട്ട് രംഗത്ത് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ക്ലോത്ത് ബിസിനസ്സിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി നമ്മൾ എന്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യണം? കാരണം എക്സ്പോർട്ടേഴ്സ് ഈ നേഷൻ ബിൽഡ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഫോറിൻ മണി വെച്ചിട്ടാണ് നമ്മുടെ രാജ്യം ഡെവലപ്പ് ആകുന്നത്. അപ്പം നമ്മുടെ രാജ്യം ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിയാണ്. അപ്പോൾ ഈ രാജ്യം വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നേഷന് കൊടുക്കുന്ന ഒരു നല്ല കോൺട്രിബ്യൂഷനും കൂടിയാണിത്. കാരണം നമ്മൾ ബിസിനസ് ചെയ്യുന്നത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആവരുത്, നമ്മൾ നമ്മുടെ പാഷൻസ് അച്ചീവ് ചെയ്യാനും നമ്മൾ ഈ ബിസിനസ് കൊണ്ട് മറ്റുള്ളവർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇപ്പം നിങ്ങളൊരു എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കൊണ്ട് ഈ രാജ്യത്തിന് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ഉണ്ടാക്കില്ല. നിങ്ങളുടെ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ആളുകൾ സാറ്റിസ്ഫൈഡ് ആവണം. അവർക്ക് അതൊരു സ്വീറ്റ് മെമ്മറീസ് ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ടീഷർട്ട് ഉപയോഗിക്കുന്നു, നമ്മുടെ മറ്റെന്ത് ക്ലോത്ത് ആയിക്കോട്ടെ അത് ഉപയോഗിക്കുന്ന ആൾ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ അതാണ് ഈ ബ്രാൻഡും ബ്രാൻഡ് അല്ലാത്ത നമ്മൾ വ്യത്യാസം. നമുക്കൊരു ലോക്കൽ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കറിയില്ല ഈ പ്രൊഡക്റ്റ് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ അതിൽ വെക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഈ പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 4 ആൾ കൂടുന്ന ഫംഗ്ഷനിൽ ഇത് ഇട്ടുകൊണ്ട് പോകാം, അപ്പോൾ അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് കംപ്ലയിൻറ്റ്സ് വരില്ല, ഇത് കുറേ നാൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വാല്യൂ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അങ്ങനെ ഒരു ബ്രാൻഡ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക്, നമ്മുടെ ഓഡിയൻസിന് മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായിരിക്കണം നമ്മുടെ മെയിൻ ബിസിനസ്. പിന്നെ നമുക്ക് പാഷനെ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്ത് അത് ബിസിനസ്സാക്കി അല്ലെങ്കിൽ അതിന് പ്രോഫിറ്റാക്കി മണിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. സോ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു 1 ഡേ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഫീസ് കൊണ്ട് 3000 റുപ്പീസാണ് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ഓഗസ്റ്റ് 18-ാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് 3000 റുപ്പീസ് പേ ചെയ്യേണ്ട, ജസ്റ്റ് 2000 റുപ്പീസ് പേ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വൺ ഇയറിലേക്കുള്ള മെൻറ്ററിങ് പാക്കേജ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾക്ക് ഞങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ മെമ്പർഷിപ്പിലുള്ള ആളുകൾക്ക് വരുന്ന അഡ്വാൻറ്റേജ് വെച്ചാൽ, ഞങ്ങൾക്ക് മന്ത്ലി വെബിനാറുകൾ ഉണ്ടാവും, ഓൺലൈൻ വെബിനാർ. അതിൽ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഈ ബുക്കുകൾ കിട്ടും, സ്പെഷ്യൽ വീഡിയോസ് കിട്ടും. അതിനുശേഷം ഞങ്ങളുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലൈവ് സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു പാക്കേജിൻ്റെ കോസ്റ്റ് 15,000 റുപ്പീസാണ്. അതും ഓഗസ്റ്റ് 18-ന് മുമ്പ് ഈ പാക്കേജ് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് 3000 റുപ്പീസ് വാല്യൂ ഉള്ള ഞങ്ങളുടെ 1 ഡേ വർക്ക്ഷോപ്പിലേക്ക് ഫ്രീ എൻട്രി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.